നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 2 വാക്യം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം ഈ ഒരു സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിൽ തന്നെ എൻ്റെ സഹായം എവിടെ നിന്ന് വരും, ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുകളുയർത്തുമ്പോൾ എന്നെ ആര് സഹായിക്കും എന്നുള്ള മനുഷ്യന്റെ കേവലമായിട്ടുള്ള ഒരു ചോദ്യത്തിന് തിരിച്ച് അവൻ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും നാം കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളാകാം. പക്ഷെ അപ്പോഴൊക്കെയും നമുക്ക് വിളിക്കുവാൻ, നമുക്ക് നോക്കുവാൻ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്ന്, അതും ഭൂമിയെയും ഈ ആകാശത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ച ഒരു തമ്പുരാനുണ്ട് എനിക്ക് എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു വാക്യം കൂടിയാണ്, അല്ലെങ്കിൽ വാക്യശകലം കൂടിയാണ് ഈ ഒരു സുവിശേഷ ഭാഗം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും, എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതത്തെ തന്നെ ഈ ഒരു വചനത്തോട് ചേർത്ത് നിർത്തുവാൻ, എവിടെയും എന്തിനും ഏതിനും തമ്പുരാനെ വിളിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാൻ, ഞാൻ കൂടെയുണ്ടെന്ന ഒരു തോന്നലിൽ നമ്മുടെ ചിന്തകളോട് തമ്പുരാനെ ചേർത്ത് നിർത്തുവാൻ, യഹോവയെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ അനുദിന ജീവിതത്തിലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ചിന്തകളും ഒക്കെയും വിശദീകരിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ വിശദീകരിക്കപ്പെടുന്ന ചിന്തകളുമായി ജീവിക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊരു കഥയിലേക്ക് പോകാം. ആഫ്രിക്കയിലാണ് ഈ കഥ നടക്കുന്നത്. ഒരു കാപ്പിരി, അദ്ദേഹം ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുവാൻ ആഗ്രഹിച്ച് ആ ഒരു ജ്ഞാനസ്നാനത്തിനായി ആ ഒരു വൈദികനെ സമീപിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സഭാ പ്രവർത്തകനെ സമീപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമീപിക്കുന്ന നേരത്ത് അദ്ദേഹം തൻ്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ ജീവിതത്തെ പറ്റിയുള്ള സാഹചര്യങ്ങളെയും ഒക്കെ ആ സഭാപ്രവർത്തകനെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഭാര്യയെയും മക്കളെയും ഒക്കെ ഒരുപാട് ഉപദ്രവിച്ച്, അല്ലെങ്കിൽ പാപത്തിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിൽ തെറ്റുകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ, യൗവനത്തിൽ ഒരുപാട് തിന്മ ചെയ്തു, ഒരുപാട് പേരെ എതിർത്തു. പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിന്റെ ഒരു സായാഹ്ന ഘട്ടം എത്തിയപ്പോൾ ക്രിസ്തുവിലേക്കുള്ള ഒരു വിളി, ക്രിസ്തുവിലേക്ക് തിരിയുവാനുള്ള ഒരു വലിയൊരു സാക്ഷ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതിന്റെ ഭാഗമായി ജ്ഞാനസ്നാനപ്പെട്ട് ആ ഒരു വിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറായാണ് താൻ വന്നിരിക്കുന്നത് എന്ന് ആ സഭാപ്രവർത്തകനെ അറിയിക്കുകയാണ്. അപ്പോൾ ആ സഭാപ്രവർത്തകനാകട്ടെ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇരു കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ദിവസം തന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് സ്നാനപ്പെടുത്തുവാൻ ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ആ കുളത്തിലേക്ക് ഇറങ്ങി നിന്ന് സ്നാനപ്പെടുത്തുവാനുള്ള വൈദികൻ, അതായത് ആ സഭാപ്രവർത്തകനും സ്നാനപ്പെടുന്ന ആ ഒരു കാപ്പിരിയും വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു സംഭവം നടക്കുകയാണ്. ഇവരെ കണ്ടുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വിശ്വാസി ഈ ഒരു വെള്ളക്കൊടി കൊണ്ടുവന്ന് ഈ ഒരു സ്നാനപ്പെടാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന കാപ്പിരിയുടെ കാൽച്ചുവട്ടിലേക്ക്, വെള്ളത്തിലേക്ക് പതിച്ചു വെക്കുകയാണ്. അപ്പോൾ ആ വെള്ളക്കൊടി, സമാധാനത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പ്രതീകമായിട്ടുള്ള വെള്ളക്കൊടി വെള്ളത്തിലേക്ക് ആ ഒരു വിശ്വാസി കൊണ്ട് താഴ്ത്തി വച്ച ആ ഒരു നിമിഷം, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം, വളരെ കുറച്ചധികം നിമിഷങ്ങൾക്ക് ശേഷം ആ വെള്ളത്തിന് മുകളിലേക്ക് ഈ ഒരു കാപ്പിരി നിന്ന, അല്ലെങ്കിൽ സ്നാനപ്പെടുവാനായി കടന്നു വന്ന കാപ്പിരി നിന്ന വെള്ളത്തിന് മുകളിലേക്ക് ചോര നിറമാവുകയാണ്, അല്ലെങ്കിൽ രക്തനിറമാവുകയാണ്. പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ ആ സഭാപ്രവർത്തകനാകട്ടെ കാര്യം എന്താണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും അവിടെ ആ ഒരു ചോര നിറം വന്നത്, അല്ലെങ്കിൽ ആ ഒരു ചുമപ്പ് നിറം വന്നത്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു വെള്ളക്കൂടി കുത്തുന്നത് കൊണ്ട് അവിടെ എങ്ങനെയായിരിക്കും ആ ഒരു രക്തത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ടയിൽ നിന്ന് കുഞ്ഞമ്മ തോമസ് അല്ലേ? ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു രണ്ടുപേരും? സന്തോഷമായിട്ടിരിക്കുന്നു. അവിടെ പത്തനംതിട്ടയിൽ എങ്ങനെ, മഴയൊക്കെ ഉണ്ടോ? ഇന്ന് മഴയൊന്നും ഇല്ല. വെയിലുണ്ടല്ലേ? അപ്പോ വെയിലുണ്ട്. അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞതില് സന്തോഷം. നമുക്ക് അറിയാലോ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാവേ. അപ്പോ ആന്റിക്ക്, കുഞ്ഞമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്.
യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റും നിന്നിരുന്നത് ആരായിരുന്നു? താറാഫുകൾ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, സാറാഫുകൾ. ആ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: യേശയ്യാവ് ദർശനത്തിൽ കണ്ട സാറാഫുകൾക്ക് എത്ര ചിറകുകൾ ഉണ്ടായിരുന്നു? അവ കൊണ്ട് സാറാഫുകൾ എന്താണ് ചെയ്തത്? രണ്ട് ചോദ്യമുണ്ട് ഒരുമിച്ച്. ആ ആ 6 ചിറക്, ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിൽ സംശയമൊന്നും ഇല്ലായിരുന്നല്ലേ പെട്ടെന്ന് പറയാൻ? പറഞ്ഞു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഓരോരുത്തരും 6 ചിറകുകൾ, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഇതിനകത്ത് കാൽ മൂടി. അത് സാരില്ല, അറിയാലോ, നമ്മുടെ ബൈബിൾ മാറുന്ന അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ശരി ഉത്തരമാണ്. അപ്പൊ ആന്റി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുവാണോ അതോ വചനം പറയോ? ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? പാട്ട് പാടാ. ആ പാട്ട് പാടിക്കോളൂ. തുല്യൻ ചൊല്ലാനാരുമില്ലല്ലോ അങ്ങേ പോലെ യേശുവേ, തുല്യൻ ചൊല്ലാനാരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനെ സ്വന്തമേ അങ്ങേ മാറിൽ താരുന്നു ഞാൻ, ജീവനെ സ്വന്തമേ അങ്ങേ മാറിൽ താരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. നല്ല ആരാധനയ്ക്കുള്ള ഒരു നല്ലൊരു പാട്ടല്ലേ? നന്നായിട്ട് പാടി. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പാടുന്ന പാട്ടാ അല്ലേ? ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. അപ്പൊ ആന്റി അത് പാടിയപ്പോ ഭയങ്കര സന്തോഷം കേൾക്കുമ്പോ, വചന സമീക്ഷയുടെ ഫ്ലോറിൽ കൂടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റും നിന്ന സാറാഫുകൾ തമ്മിൽ ആർത്തു പറഞ്ഞത് എന്തായിരുന്നു? യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിക്കും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അത് അറിയായിരുന്നോ? പെട്ടെന്ന് പറഞ്ഞു. അറിയാം. അതിന്റെ ഉത്തരം എങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഓക്കെ, അപ്പൊ 3 ചോദ്യങ്ങൾ ഇപ്പൊ ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ കുഞ്ഞമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള 4ാമത്തെ ചോദ്യം ഇതാണ്: ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ആര് ഇരിക്കുന്നു എന്നതാണ് യേശയ്യാവ് കണ്ടത്? രാജാവ്. ആന്റി ഒന്നും കൂടി ക്വസ്റ്റ്യൻ കേട്ടെ. ഉയർന്നതും ഉയർത്തപ്പെട്ടതുമായ ഒരു സിംഹാസനത്തിൽ ആര് ഇരിക്കുന്നു എന്നതാണ് യേശയ്യാവ് കണ്ടത്? കർത്താവ് ഉയർന്നും ഭൂമിയും സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ ശരി ഉത്തരം എങ്ങനെയാണ്? യഹോവ, കർത്താവ്. ശരി ഉത്തരമാണത്. അപ്പോ 4 ചോദ്യങ്ങളും ശരിയാക്കിയപ്പോ നല്ല സന്തോഷം തോന്നില്ലേ? ഓക്കെ, ഇനിയുള്ള ദിവസങ്ങൾ ഒരു ഊർജത്തോടെ ഇരിക്കാൻ ഈ ഒരു സന്തോഷം ഉപകരിക്കുമല്ലോ. അപ്പൊ ആന്റി തീർച്ചയായിട്ടും കുടുംബത്തിനും ആന്റിക്കും ഒക്കെ നന്മ വരട്ടെ. ഇനിയും വചന സമീക്ഷ കാണുക, നമ്മളെ വിളിക്കുക. അതെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഉറപ്പായിട്ടും ആന്റി പ്രാർത്ഥിക്കാം. താങ്ക് യു ആന്റി. താങ്ക് യു സോ മച്ച്. ഓക്കെ ആന്റി. കുഞ്ഞമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നന്നായിട്ട് എന്താ പറയുക, വലിയൊരു സാക്ഷ്യമായിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലോറിലൂടെ തന്നെ ഈ ഇതുപോലുള്ള അമ്മമാരുടെയൊക്കെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ ഒരു കാപ്പിരി നിന്ന സ്ഥലത്തിന് ചുറ്റും വെള്ളത്തിന് ആ ഒരു കുളത്തിന്റെ മുകൾ ഭാഗത്ത് രക്തവർണ്ണമായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ചോരയാണോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഈ സഭാപ്രവർത്തകന് ഉടനെ തന്നെ കാര്യം മനസ്സിലാകുന്നുണ്ട്, എന്തുകൊണ്ട് അത് രക്തവർണ്ണമായി. അത് ചോരയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അത് എവിടെ നിന്ന്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ആ ഒരു വിശ്വാസി വിശുദ്ധിയുടെ പ്രതീകമായി ജ്ഞാനസ്നാനത്തിന് മുന്നോടിയായി ആ ഒരു വെള്ളക്കൊടി നാട്ടിയപ്പോൾ ആ ഇരുമ്പിന്റെ കൂർത്ത ഭാഗം, മുനയുള്ള ആ ഒരു കൂർത്ത ഭാഗം അദ്ദേഹം നാട്ടിയത്, ആ ഒരു വിശ്വാസി അറിയാതെയാണ് സംഭവിച്ചത്, ഒരു കൈപ്പിഴ വന്നുപോയതാണ്. പക്ഷേ അത് ഈ ഒരു കാപ്പിരിയുടെ, സ്നാനപ്പെടാനായി നിന്ന കാപ്പിരിയുടെ പാദത്തിലോട് ചേർത്തായിരുന്നു അദ്ദേഹം അത് നാട്ടിയത്. അദ്ദേഹത്തിന്റെ കാലിനെ മുറിച്ചുകൊണ്ടായിരുന്നു അത് മണ്ണിലേക്ക് കുത്തി ഇറങ്ങിയത്. അതേസമയം ആ ഒരു മുറിവിൽ നിന്നും ചോര പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് ആ വെള്ളത്തിന് രക്തവർണ്ണമാകുന്നത്. എന്നാൽ അതേസമയം ഈ സഭാപ്രവർത്തകൻ ഏറ്റവും വിഷമത്തോടും എന്നാൽ അത്ഭുതത്തോടും കൂടി ഈ ഒരു കാപ്പിരിയെ നോക്കി ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് വേദനിക്കുന്നില്ലേ? അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മുറിവുണ്ടായിട്ടും താങ്കൾ എന്തുകൊണ്ട് മിണ്ടിയില്ല, എന്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ചുറ്റിലും നിന്നിരുന്ന വിശ്വാസ സമൂഹവും ഇതേ ചോദ്യത്തോടു കൂടി കാപ്പിരിയെ നോക്കുകയാണ്. കാരണം അവർക്കും അത്ഭുതമാണല്ലോ. ചെറുതായിട്ടൊന്ന് പോറിയാൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് വരികയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് വേദന ഉണ്ടാകും. എന്നാൽ അതേസമയം വലിയൊരു ആഴത്തിലുള്ള മുറിവ് കമ്പി കുത്തി ഇറങ്ങിയിട്ടും അതിനെ ഗൗനിക്കാതെ അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന കാപ്പിരിയെ എല്ലാവരും ഉറ്റുനോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു മറുപടി നൽകുന്നുണ്ട്. വലിയൊരു സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ പോലും ഒരുപക്ഷെ നമ്മളിൽ പലരും പറയാൻ മടിക്കുന്ന ഒരു സാക്ഷ്യം അദ്ദേഹം നൽകുന്നുണ്ട്. ആ സാക്ഷ്യം എന്താണെന്ന് നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? മറിയാമ്മ. എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം. കോട്ടയത്ത്. ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സുഖമായിട്ട് രണ്ടു സന്തോഷമായിട്ട് ഇരിക്കുന്നോ? കോട്ടയത്ത് എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ മഴയില്ല, ഇന്ന് മഴയില്ല, മഴ കുറവാണല്ലേ ഇപ്പോ? ഇന്ന് വെയില. ഓക്കെ ആന്റി, എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിച്ചു പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വായിക്കുന്നത്. ബൈബിൾ എപ്പോഴേലും പൂർണ്ണമായിട്ട് വായിച്ചു തീർന്നിട്ടുണ്ടോ? പിന്നെ 5-6 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നിസ്സാരം. ഓക്കെ, അപ്പൊ നമുക്ക് ആന്റി അറിയാലോ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. അപ്പം ആന്റിക്ക് വേണ്ടിയിട്ടുള്ള, മറിയാമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സാറാഫുകൾ ആർക്കുന്ന ശബ്ദത്താൽ എന്താണ് സംഭവിച്ചത്? ക്വസ്റ്റ്യൻ മനസ്സിലായി? അതെ, സാറാഫുകൾ ആർക്കുന്ന ശബ്ദത്താൽ എന്താണ് സംഭവിച്ചത്? അത് സാറാഫുകൾ അത് മീൻസ് മഹത്വപ്പെടുത്തുന്നതല്ലേ? എന്നാ ഉമ്മരപ്പള്ളിയുടെ അടിസ്ഥാനങ്ങൾ കുളിഞ്ഞ് ആലയം പോകൊണ്ട് നിറഞ്ഞു. ആന്റി ഒരിക്കൽ കൂടെ ഒന്ന് പറയാവോ? ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലിഞ്ഞു ആലയം പോകൊണ്ട് നിറഞ്ഞു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാണ് അറിയാലോ? ബൈബിൾ മാറുന്നതനുസരിച്ച് ചെറുതായിട്ട് വേർഡിങ്സിൽ മാറ്റം ഉണ്ടാകും. അപ്പോ ഇവിടുത്തെ ബൈബിൾ പ്രകാരമുള്ളത് ഇങ്ങനെയാണ്: വാതിലിന്റെ കട്ടിളപ്പടികൾ കുലുങ്ങി. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. എല്ലാം ശരിയാ. അതെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആലയം നിറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? സിമ്പിൾ അല്ലേ? വെരി. അതും ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: പുക കൊണ്ട്. ആന്റി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുവാനാണോ അതോ വചനം പറയാനാണോ, എന്താ ആന്റിക്ക് ഇഷ്ടം? ഏത് വേണേലും പറയാം. ആന്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ത് ചെയ്യാനാ? എങ്ങനെ പ്രാർത്ഥിക്കാനാ? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനാണോ, പാട്ട് സ്തുതിക്കുവാനാണോ, എന്താ ഇഷ്ടം? ഞാൻ പാട്ട് പാടിയ. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേട്ടാ മതി. പാട്ട് പാടി സ്തുതിക്കാം. ഓക്കെ ആന്റി, പാടിക്കോളൂ. കാരണത്താലും എന്നെ കൈവിടില്ല, ഞാൻ വിശ്വസിക്കുന്നു വന്ന് അണിയുന്നവരെ എന്നുപനിധിയ ചെയ്തുവാൻ എന്റെ കാര്യങ്ങൾ കഴിവുള്ളതാം, എന്നുപനിധിയ ചെയ്തുവാൻ എന്റെ കാര്യങ്ങൾ കഴിവുള്ളതാം. നന്നായിട്ട് പാടി കേട്ടോ.
നന്നായിട്ട് ആ ഒരു സ്തുതിപ്പും ആ ഒരു അനുഗ്രഹമൊക്കെ ഇനിയും മുന്നോട്ട് പാട്ടുപാടി സ്തുതിക്കാനൊക്കെ പറ്റട്ടെ. എപ്പോഴും പാട്ട് പാടും. നല്ലൊരു കാര്യം, അത് വലിയൊരു കാര്യമല്ലേ. എപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലേ. പാട്ടുപാടാൻ എല്ലാരെ കൊണ്ടും പറ്റും, പക്ഷെ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി പാടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആന്റി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ മഹത്വം കണ്ടപ്പോൾ ഏശയ്യാവ് തന്നെ തന്നെ എങ്ങനെയാണ് വിലയിരുത്തിയത്? എനിക്കറിയാം. എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനസ്സിൽ ശുദ്ധിയില്ലാത്ത അറിവുള്ള ജനത്തിന്റെ നടുവിൽ നശിക്കുന്നു. അത് ശരി ഉത്തരവാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന്. 3 ചോദ്യങ്ങൾ അപ്പൊ ശരിയായിട്ടുണ്ട്. ലാസ്റ്റത്തെ ചോദ്യത്തിലോട്ട് പോവാണേ. ഓക്കെ, ചോദ്യം ഇതാണ്: ഏശയ്യാവ് തന്റെ അശുദ്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സാറാഫുകളിൽ ഒരുവൻ എന്താണ് ചെയ്തത്? തീക്കൻ ഒരു മുടിയിൽ കൊണ്ടൊരു തീക്കനെ അടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുത്ത് പറന്നു വന്നു, എന്റെ വായിക്ക് തൊടുവിച്ചു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഏശയ്യാവിന്റെ അടുക്കലേക്ക് പറന്നു വന്നു. അപ്പൊ 4 ചോദ്യങ്ങളും ശരി ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സന്തോഷായില്ലേ? സന്തോഷായി. അപ്പോ തീർച്ചയായിട്ടും ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാനും എന്താ പറയാ, നല്ല സുവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാക്കാനും ഒക്കെ പറ്റട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും. താങ്ക് യു ആന്റി. താങ്ക് യു. മറിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റിക്കും അപ്പച്ചനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം, നമ്മുടെ കഥയുടെ ആ ഒരു അവസാനത്തിലേക്ക് കൂടി നമുക്ക് മടങ്ങി വരാം. നമ്മൾ പറഞ്ഞു, ഈ വിശ്വാസ സമൂഹവും ഈ സഭാപ്രവർത്തകനും ഒക്കെയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ഒരു അവസരത്തിൽ പാപത്തിന്റെ പിന്നാമ്പുറമുള്ള ഒരു ജീവിതമുള്ള ആ ഒരു കാപ്പിരി സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെടുന്ന ആ ഒരു സമയത്ത് ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: എനിക്ക് വേദനിച്ചു. ഞാൻ ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ ഒരു മുറിവായിരുന്നു, ഒരു നിമിഷമായിരുന്നു ഇപ്പോൾ കടന്നുപോയത്. പക്ഷെ ആ മുറിവ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരത്തിന്റെ മുറിവ് മാത്രമാണ്. ആത്മാവിൽ ഞാൻ ആ വേദന അറിഞ്ഞതേയില്ല. ഈ നിമിഷം മുതൽ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവനാണ്. ക്രിസ്തുവിന്റെ കയ്യിലും കാലുകളിലും ഒക്കെയുള്ള തിരുമുറിവിനോട് സദൃശ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ഈ മുറിവുകളൊക്കെയും എൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നിത്യജീവനിലേക്കുള്ള വഴിയിലുള്ള എൻ്റെ കിരീടമാണ്, മുൾക്കിരീടം. അങ്ങനെയെങ്കിൽ ഈ മുൾക്കിരീടത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുവാനല്ലാതെ മറ്റെന്തിനാണ് എനിക്കാവുക? ഞാൻ അങ്ങനെ സ്വീകരിച്ചെങ്കിൽ മാത്രമല്ലേ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകുവാൻ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. എന്നാൽ ഈ മറുപടി കേട്ട ആ ഒരു സഭാപ്രവർത്തകനും കൂടെ ഉണ്ടായിരുന്ന വിശ്വാസ സമൂഹവും ഒക്കെ അതിൽ പലരും തിരിച്ചറിയുന്നുണ്ട്, പുറത്ത് കാട്ടുന്ന വിശ്വാസത്തെക്കാൾ വലുതാണ് നമ്മുടെ അനുഭവങ്ങളിലൂടെ കാട്ടിക്കൊടുക്കുന്ന വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ ആദരവോടെ ബഹുമാനത്തോടു കൂടി അവരെല്ലാവരും നോക്കുന്നുണ്ട്. ഒരിക്കലും ഇന്നോ ഇന്നലെയോ നാളെയോ ക്രിസ്തുവിലേക്കുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് അതിലേക്ക് വരിക എന്നുള്ളതിലല്ല, പിന്നെയോ എന്ന് മുതൽ അവൻ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നു എന്നതിലാണ് കാര്യമെന്ന് ഇവരൊക്കെയും തിരിച്ചറിഞ്ഞ് ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇരുകൈയും നീട്ടി സ്വീകരിച്ച് പെട്ടെന്ന് തന്നെ ആ കൊടി എടുത്തു മാറ്റി അദ്ദേഹത്തിന്റെ കാലിനാവശ്യമായിട്ടുള്ള ശുശ്രൂഷ നൽകുന്നുണ്ട്. അപ്പോൾ ഈ കഥയിലൂടെ വിശുദ്ധ ഗ്രന്ഥവുമായി ആ ഒരു വചനങ്ങളുമായി സംഭവങ്ങളുമായി നമ്മുടെ ജീവിതത്തെ എപ്രകാരം കോർത്തിണക്കാം എന്നുള്ള വിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് കൂടി നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റീന. റീന ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? പ്രാക്കുളത്തുനിന്ന് വിളിക്കുന്നു, കൊല്ലം. ഓക്കെ, കൊല്ലത്തുനിന്ന്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കള്, പപ്പ, അമ്മ. എല്ലാരും കൂടി ഉള്ള ഒരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കുടുംബം തോന്നുന്നു അല്ലേ? അതെ. മക്കളൊക്കെ പഠിക്കുവാണോ? അതെ. അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സന്തോഷവും. ഓക്കെ, അപ്പോ ആന്റി അറിയാലോ, നമ്മുടെ വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോ 4 ചോദ്യങ്ങളും ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം തന്നാ മതി. ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യാഗപീഠത്തിൽ നിന്നെടുത്ത തീക്കനൽ കൊണ്ട് സാറാഫ് എന്താണ് ചെയ്തത്?
കൊടി കൊണ്ട് തീക്കനലെടുത്ത് കൈ പിടിച്ചുകൊണ്ട് അവന്റെ വായിക്ക് തൊടുവിച്ചു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ഏശയ്യാവിന്റെ വായിൽ സ്പർശിച്ചു. ആ. ആന്റി, നമ്മുടെ ബൈബിള് മാറുന്ന അനുസരിച്ച് വാക്കുകളിൽ വേർഡിങ്സിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവേ. ഓക്കെ. അപ്പൊ ഉത്തരം ശരിയാണ്. ആ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, പോകണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. തീക്കനൽ ഏശയ്യാവിന്റെ വായിൽ സ്പർശിച്ചപ്പോൾ അവന് എന്താണ് ലഭിച്ചത്? പാപത്തിന് പരിഹാരം വന്നത്. ശരി ഉത്തരം. അകൃത്യം നീങ്ങി. പറഞ്ഞോളൂ. അകൃത്യം നീങ്ങി പാപത്തിന് പരിഹാരം വന്നിരിക്കും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, അവന്റെ അകൃത്യം നീങ്ങി പാപം മോചിച്ചു. ഓക്കെ. ഇപ്പൊ രണ്ട് ചോദ്യങ്ങളും സിമ്പിൾ ആയിരുന്നില്ലേ? അതെ, സിമ്പിളായി. സന്തോഷായില്ലേ ഉത്തരം, ശരി ഉത്തരം പറഞ്ഞപ്പോ? ഓക്കെ, സന്തോഷമായി. അപ്പൊ ആന്റിക്ക് ഒരു വചനം പറയാൻ പറ്റുമോ? ഏത് ഇഷ്ടപ്പെട്ട ഒരു വചനം, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം? സങ്കീർത്തനത്തിനാണ്. ഏത് വചനത്തിൽ നിന്ന് ഏതായാലും പറഞ്ഞാൽ മതി. ഏതായാലും മതി, വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ നിന്ന് ഏത് വേണേലും പറഞ്ഞു. നീ നിന്റെ ജനത്തെ വില താങ്ങാതെ വിൽക്കുന്നു, അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല. റെഫറൻസ് കൂടി ഒന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ റെഫറൻസ് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? സങ്കീർത്തനം 44-ാം വാക്യം 12-ാം വാക്യം. 44-12 വാക്യം. വളരെ സന്തോഷം. ഇഷ്ടമുള്ള വചനമല്ലേ ഇത്? അതെ. ഓക്കെ, അപ്പോ ഇത് വലിയൊരു സാക്ഷിയാണ് കേട്ടോ, ഈ വചനം പറയുന്നതിലൂടെയൊക്കെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആന്റിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഞാൻ ആരെ അയക്കും, ആര് നമുക്ക് വേണ്ടി പോകും എന്ന ശബ്ദം ഏശയ്യാവ് ആരിൽ നിന്നാണ് കേട്ടത്? ദൂതനിൽ നിന്ന് കർത്താവിന്റെ ശബ്ദം. ദൂതനിൽ നിന്ന് തന്നെയാണോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിന്റെ ശബ്ദം കേട്ടു. അപ്പോ ആരിൽ നിന്നാണ് ഈ ശബ്ദം കേട്ടത്? കർത്താവിൽ നിന്ന്. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഇവിടത്തെ ബൈബിൾ പ്രകാരം യഹോവയിൽ നിന്ന് എന്നുള്ളതാണ്. പക്ഷെ അറിയാലോ, നമ്മുടെ ഉത്തരം ശരിയാണ്. ബൈബിൾ വ്യത്യാസം. അതെ അതെ. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്. യഹോവയുടെ വിളിക്ക് ഏശയ്യാവിന്റെ പ്രതികരണം എന്തായിരുന്നു? അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ ആന്റി 4 ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോ വലിയ സന്തോഷം എല്ലാ ചോദ്യങ്ങളും ശരിയാക്കിയതിലും ഈ ഒരു വചനം പങ്കുവച്ചതിലും ഒക്കെ. തീർച്ചയായിട്ടും ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ, തീർച്ചയായും വിളിക്കാം. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഓക്കെ, റീന ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആന്റി നന്നായിട്ടൊരു വചനമൊക്കെ നമ്മളോട് പങ്കുവച്ചു. ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ഈ ഒരു അധ്യായത്തിന്റെ അവസാനത്തിലേക്ക്, അന്ത്യത്തിലേക്ക് കൂടി നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ ഒരു കാപ്പിരിയുടെ ഈ ഒരു ഉത്തരം, മറുപടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പല സാഹചര്യങ്ങളും, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും, സന്ദർഭങ്ങളും ഉണ്ടാകും. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞ് നല്ലൊരു സാക്ഷിയാകുവാൻ, ക്രിസ്തു ശിഷ്യനാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിശ്വാസത്തിന്റെ യാതൊരു വിധത്തിലുമുള്ള പിന്നാമ്പുറ ജീവിതമില്ലാതെ പാപത്തിന്റെ കെണിയിലായിരുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ, ക്രിസ്തു ശിഷ്യനാകുവാൻ ജ്ഞാനസ്നാനത്തിലേക്ക് വരുന്ന നിമിഷത്തിൽ തന്നെ അവന്റെ ശരീരത്തിൽ ഇന്നോളം ഏൽക്കേണ്ടതിൽ വെച്ച് വലിയൊരു മുറിവേൽക്കുകയാണ്. പക്ഷെ അത് ആ മനുഷ്യൻ ശരീരത്തിന്റെ മുറിവ് മാത്രമായി കണ്ട് ആത്മാവിന്റെ ഏറ്റവും വലിയ ഉത്തരമായിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിനോട്ടുള്ള എൻ്റെ വേദനയുടെ ഉത്തരമായിട്ട് ആത്മാവിലേക്ക് അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെയും യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി നമ്മുടെ വേദനകളെയും നമ്മുടെ നൊമ്പരങ്ങളെയും അല്ല മറ്റുള്ളവരുടെ മുൻപിലേക്ക് നാം കാട്ടേണ്ടത്. പിന്നെയോ അതിന് ഉത്തരമാകുന്ന, അതിന് പരിഹാരമാകുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെയാണ് ആ വേദനയിലൂടെ നമ്മൾ കാട്ടേണ്ടത്. അങ്ങനെ വേദനകളിൽ ക്രിസ്തുവിന്റെ ആ ഒരു സാന്നിധ്യം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ, വേദനകളിൽ ക്രിസ്തുവിന്റെ മുറിവുകളെ നമുക്ക് കാട്ടിക്കൊടുക്കുവാൻ, നമ്മുടെ നൊമ്പരങ്ങളിൽ ക്രിസ്തുവിന്റെ ഒറ്റപ്പെടലുകളെ കാട്ടിക്കൊടുക്കുവാൻ, അങ്ങനെ പൂർണ്ണമായിട്ടും നല്ല
നല്ലൊരു ക്രിസ്തു ശിഷ്യനാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ആ കാപ്പിരിയെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ആത്മാവിൽ ജ്ഞാനസ്നാനപ്പെടുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളതായി നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.